വിപ്ലവകാരിയും സൈദ്ധാന്തികയും ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവും ചിത്രകാരിയും എഴുത്തുകാരിയുമായിരുന്ന റോസ ലക്സംബർഗിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ 105-ാം വർഷം പിന്നിടുകയാണ്. ജർമ്മൻ നാസി ഭരണകൂടം തല തകർത്ത് കൊന്നുകളഞ്ഞ ഈ വിപ്ലവ വീര്യം ലോകത്തെ എക്കാലത്തെയും വർഗ സമരങ്ങൾക്ക് നൽകിയ ഊർജം വിലമതിക്കാനാവാത്തതാണ്. 1871 മാർച്ച് 5-ന് ഡെമോസ്ക് എന്ന പോളിഷ് റഷ്യൻ ഗ്രാമത്തിൽ ഒരു ജൂത കുടുംബത്തിലായിരുന്നു റോസ ലക്സംബർഗിന്റെ ജനനം. ഇടുപ്പിനെ തളർത്തുന്ന രോഗം കാരണമായ മുടന്തും ജൂത വിവേചനത്തിന്റെ കയ്പുകാലം നിറച്ച ചെറുപ്പകാലവും ചെറുത്തുനിന്ന വിപ്ലവകാരി ബാഴ്സയിലാണ് കൗമാരവും സ്കൂൾ പഠനകാലവും ചിലവഴിച്ചത്. സ്വിറ്റ്സർലൻഡിലെ പഠനകാലത്താണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ലക്സംബർഗ് കൂടുതൽ അടുക്കുന്നത്. ജർമ്മനിയിൽ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ സഖാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പ്രവേശനം ബുദ്ധിമുട്ടായിരുന്ന ജർമ്മനിയിലേക്ക് ഗുസ്തഫ് ലുബേക്കിനെ വിവാഹം കഴിക്കുന്നത് വഴി എത്തിച്ചേരുന്നത്. പിന്നീട് അവിടെ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തു. 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയെ പിന്തുണച്ച പാർട്ടിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ കാരണം ആ കാലത്ത് പിന്നീട് പാർട്ടി വിടുകയും ചെയ്തു. ഈ കാലങ്ങളിലെ റോസയുടെ സൈദ്ധാന്തിക സംഭാവനകൾ ഏറെയാണ്. 1906-ൽ ദി മാസ് സ്ട്രൈക്ക്, ദി പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് ദി ട്രേഡ് യൂണിയൻസ് എന്ന താത്വിക പഠനം പ്രസിദ്ധീകരിച്ചു. 1913-ൽ ദി അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന രചന പുറത്തിറക്കി. 1915-ൽ ദി ക്രൈസിസ് ഇൻ ദി ജർമ്മൻ സോഷ്യൽ ഡെമോക്രസി എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. 1918-ൽ പിന്നീട് ഏറെ വായിക്കപ്പെട്ട ദി റഷ്യൻ റവല്യൂഷൻ എന്ന പുസ്തകവും പ്രസിദ്ധീകരിച്ചു. ലെനിന്റെ വിഖ്യാത രചനയായ 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്സ് ബാക്ക് എന്ന ഗ്രന്ഥത്തിന് റോസ എഴുതിയ നിരൂപക പ്രബന്ധം മാർക്സിസ്റ്റ് ആശയങ്ങളുടെ സംവാദങ്ങളിൽ പ്രധാനമായ ഒന്നാണ്. 1916-ൽ കാൾ ലീബ്നിച്ചുമായി ചേർന്ന് ഒരു കൂട്ടം സോഷ്യലിസ്റ്റുകളുടെ സഹായത്തോടെ യുദ്ധവിരുദ്ധ ആശയങ്ങളോടെ സ്പാർട്ടക്കസ് ലീഗ് എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചു. പിന്നീട് ഇത് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി മാറി. ഭരണം അട്ടിമറിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സോഷ്യലിസ്റ്റുകൾ ഇക്കാലത്തിൽ ഒളിവിലിരുന്ന് കൈമാറിയ ലഘുലേഖകൾ സ്പാർട്ടക്കസ് കത്തുകൾ എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടു. ഈ കാലത്ത് ജർമ്മൻ രാഷ്ട്രീയ കാലാവസ്ഥ കലങ്ങി മറിഞ്ഞു. 1918-ൽ മാക്സ് ഫോൺ ബാഡൻ ചാൻസലർ സ്ഥാനമൊഴിഞ്ഞു. ഫ്രെഡറിക് എബേർട്ട് അധികാരമേറ്റു. തൊഴിലാളികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും പുരോഗമനവാദികളെയും ജർമ്മൻ ഫാസിസ്റ്റ് ഭരണകൂടം അടിച്ചമർത്തി. 1919 ജനുവരിയോടെ ജർമ്മനിയിലെ അസമത്വങ്ങൾക്കെതിരെ ജനരോഷം ശക്തമായി. ഈ കാലഘട്ടത്തെ തങ്ങൾ ഇറങ്ങി പോരാടേണ്ട സമയം എന്ന് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തി. സമരത്തിന്റെ ചില ആശയങ്ങളോട് വിയോജിപ്പ് നിലനിൽക്കെ തന്നെ റോസ ലക്സംബർഗ് ശക്തമായി സമരത്തിന്റെ ഭാഗമായി. കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും സോഷ്യൽ ഡെമോക്രാറ്റുകളും തൊഴിലാളികളും സാധാരണക്കാരും ബുദ്ധിജീവികളും ഒരുമിച്ച് നിന്ന് സമരവീര്യം തകർക്കാൻ ഭരണകൂടം പട്ടാളത്തിന്റെ സഹായം തേടി. ബെർലിൻ തെരുവുകൾ രക്തകലുഷിതമായി. സമര നേതാക്കളായ റോസയും കാൾ ലീബ്നിച്ചും വില്യൻ പിയേക്കും അറസ്റ്റിലായി. 1919 ജനുവരി 15-ന് റോസ ലക്സംബർഗിനെ താമസിപ്പിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ വെച്ച് വോഗൽ എന്ന പട്ടാളക്കാരൻ തോക്കുകൊണ്ട് ലോകം കണ്ട എക്കാലത്തെയും വലിയ വിപ്ലവകാരിയുടെ തലയോട് തകർത്തു. വിപ്ലവ വീര്യത്തോട് കലിതീരാത്ത ഭരണകൂട ശൗര്യം പിന്നീട് തുടർച്ചയായി വെടിയുതിർത്ത് അവരുടെ മരണം ഉറപ്പിച്ചതിന് ശേഷം ശരീരം ബെർലിനിലെ ലാൻഡോർ കനാലിലേക്ക് വലിച്ചെറിഞ്ഞു. മാസങ്ങൾക്ക് ശേഷമാണ് റോസയുടെ മൃതദേഹം പോലും കണ്ടെടുത്തത്.